ഹലോ, ദിസ് ഇസ് മീ സൗസൻ അലി. വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ പപ്പ മരിച്ചിട്ടിപ്പോൾ 40 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വെളിയത്നാട് ഉള്ള ഒരു വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഫാമിലിയും പിന്നെ നെയ്ബേഴ്സൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ ഒരു ഇത് വരുന്നത് മേലേൽ ഇപ്പോൾ പേഷ്യൻസ് അടിയിലാണ്, ഇതുപോലെ തന്നെ റൂമുകളാണ് മേലെ. പിന്നെ നമ്മൾ എപ്പോഴും മൊബിലൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6:30 യോഗ, ഓഡിറ്റോറിയത്തിലാണ് യോഗ. അത് ഏതെങ്കിലും ഒരു സോഷ്യൽ വർക്കറായിരിക്കും എടുക്കുന്നുണ്ടാവുക 8:30 വരെ. അപ്പോൾ അവർ രാവിലെ കൊണ്ടുവന്നാൽ 8:30 കഴിഞ്ഞിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് 10 മണിക്ക് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആക്ടിവിറ്റിയും കഴിഞ്ഞ് 12:30 വീണ്ടും ഭക്ഷണം കൊടുത്ത ശേഷം മാത്രമേ അവരെ മുകളിൽ കയറ്റുള്ളൂ. ഇപ്പോഴും ഇറക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർക്ക് റൂമിൽ തന്നെ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീലിംഗും വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഇട്ട് തിരിച്ചു പോകാന്നുള്ള നിലയിലുണ്ട്. കൊണ്ടുവന്നിട്ട് തിരിഞ്ഞേ നോക്കില്ല. നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലും അവർ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ആരോരും ഇല്ലാത്തവർ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കിട്ടുന്നവരൊക്കെ, അതായത് അവർക്ക് ആരോരും ഇല്ല, കിടക്കാൻ പാർപ്പിടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഊളംപാറ, അതുപോലെ തന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന്, നമ്മൾ തൃശ്ശൂർ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഈ അടുത്ത് 3 ലേഡീസ് വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ട്. അവരുടെ അസുഖം മാറിയിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ലാസ്റ്റ് വന്ന 3 സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ 3 മാസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അവരുടെ കണ്ടീഷൻ ഏകദേശം സ്റ്റേബിൾ ആയി എന്നുള്ള രീതിയിൽ. പിന്നെ അപ്പോൾ അവർ പോയിട്ട് വരാം കേട്ടോ. താങ്ക് യു. അപ്പൊ കാണാട്ടോ. ശരി, നമ്മള് പെരുമ്പാവൂരിന്ന് വന്നതാ. നല്ല ശരിയാവും. ഇപ്പൊ കാണാം. ഒരു 200 അത്ര ഒരു റേഞ്ചിലുണ്ടല്ലേ. കൂടുതലും നമ്മളിപ്പോൾ ന്യൂ ബിൽഡിങ്ങിൽ ഇപ്പോൾ റൂം സ്പേസിന്റെ കാര്യമുണ്ട്. നമ്മൾ പുതിയ റൂം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ബെഡ് സ്പേസ് ഇപ്പോൾ കുറവാണ്. 400 ഇത്രയോ എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ റൂം സൈഡിലും പോകും. എല്ലാവരും വന്നു നോക്കും. പിന്നെ റൂം സൈഡിലുള്ളവർക്ക് പൊട്ടും വയ്യ ആളിപ്പോൾ ഞാൻ രാവിലെ വിളിച്ചിട്ട് മൊബിലൈസ് ചെയ്യാൻ വിളിച്ചിട്ട് എനിക്കുണ്ടായിരുന്നില്ല വയ്യാന്നുള്ള രീതിയിൽ. നമ്മൾ നഴ്സിംഗ് സ്റ്റേഷനിൽ പറയും. പിന്നെ അവരെന്തെങ്കിലും വന്ന ആയന്മാർ അങ്ങനെ കൊണ്ടു കൊടുക്കാന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂട് മാറിക്കൊണ്ടിരിക്കും. ആരെങ്കിലും കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ റൂമിലിരിക്കുമായിരിക്കും. പോയി എന്നിട്ട് റീസൺ എന്താന്ന് നോക്കി ചിലപ്പോൾ വയ്യാണ്ടാണെങ്കിൽ നമ്മുടെ നേഴ്സിന് ശ്രദ്ധിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ റോഡിന് അതെ മോനാണാ അനിയനാണാ? പേരെന്തെന്ന്? നല്ല പേരാണല്ലോ. പെരുന്നാള് ഇപ്പൊ അടുത്ത മാസമാണല്ലേ? അടുത്ത മാസം പെരുന്നാളാ വരാതല്ലേ? നല്ല പേരാണ്. ഏലൂര് അമ്പലത്തിന്റെ അടുത്ത്. അപ്പം നമ്മൾ അവരോടൊപ്പം ഒരു നേരം ഫുഡ് ഇരുന്ന് കഴിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പം ഭയങ്കര സങ്കടമുണ്ട്. എന്നാൽ അൽഹംദുലില്ലാ എന്തൊക്കെ നമ്മളൊക്കെ എന്ത് ഭാഗ്യവാരല്ല.
ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. അവിടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്തു, കുറേ സംസാരിച്ചു, ചിരിച്ചു. നല്ല രസമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. അവിടെ ഇതൊക്കെ ഉണ്ട്